ചേട്ടാ ഇനി ചൂടില്ല, അങ്ങോട്ട് മൊഴിഞ്ഞിട്ടുമില്ല. ചൂടില്ല ഇല്ല. ഷെഫ് റീടേക്ക് പഴംപൊരി റീടേക്ക്. റീടേക്കോ? ആ ചൂടില്ലെന്ന് ഒന്നും ഉണ്ടാക്കിട്ട് തരും അവര്, കുഴപ്പമില്ല. ബിരിയാണി കട്ടല്ല, കറിക്കട്ട്. ചേട്ടാ പഴംപൊരി സൂപ്പർ ആയിരുന്നു ചേട്ടാ, നല്ല ചൂട് പഴംപൊരി. അത് ഈ ചൂട് സമയല്ലേ, മഴയത്തായിരുന്നു കിട്ടിയാലും സൂപ്പർ ആയിരുന്നു. പ്രൊഡക്ഷൻ ചോദിച്ചിട്ടേ നമുക്ക് മഴയുടെ സെറ്റ് ഇടാൻ പറ്റുമോ? വൈകിട്ട് 4 to 10 മഴ സെറ്റ് പറ്റുമോ? ഓക്കെ ആണല്ലോ. ആ മോനെ സംസാരിച്ചിട്ടേ വൈകിട്ട് മഴ ഇടിക്കും പറഞ്ഞിട്ടുണ്ട്, വന്ന് കഴിക്കണേ കേട്ടോ. അല്ല ചേട്ടാ, ഈ ക്യാമറ ഇവിടെ അവിടെ വെച്ചാൽ മതിയോ? ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ബെഞ്ച് ഉണ്ടോ, അവിടെ ഒരു മിഡ് ഷോട്ട് ക്യാമറ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പെമ്പിളർ വന്നിരിക്കുന്ന ബാക്കിലാണ്. അവിടെ ഒരു ക്ലോസ് അപ്പ് ആക്കിയോട്ടെ, ക്ലോസ് ഷോട്ട്. പിന്നെ ലോങ് ഷോട്ട് നമ്മുടെ അടുക്കളയിലോട്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ ബാക്കിയുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ക്ലോസ് അപ്പ് ഷോട്ട്. വണ്ടി ഈ കൗണ്ടർ ഉണ്ടോ അതിനകത്തോട്ട് പൈസ ഇരുന്നോട്ട് കേട്ടോ, ഇരുന്നോട്ട്. ഇവിടെ ഇങ്ങനെ ആൽഫാം എങ്ങനെയാ വരുന്നത്? അത് നമ്മൾ ഈ റോ ഫയൽ എടുത്തിട്ടേ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കും. അതായത് കോഴിയെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് വേണ്ട അനുസരിച്ച് വെക്കും, കട്ട് ചെയ്ത് വെക്കും സൈസ് അനുസരിച്ച്. പിന്നെ ബീജം അത് പോയാൽ തീർന്നു. മസാലയുടെ കളി മൊത്തം കിടക്കുന്നേ. പിന്നെ നെക്സ്റ്റ് മിക്സിങ്. ഈ കോഴി മസാല ഇങ്ങനെ പെരട്ടി മിക്സ് ചെയ്യും. പിന്നെ അതിനെടുത്തിട്ട് നമ്മൾ ലാബിലോട്ട് കയറ്റും. ലാബ് കനലൊക്കെ വെച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലം. പിന്നെ സെൻസർ ബോർഡ് റിലീസ് ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ മാത്രം റിലീസ് ചെയ്യും. സെൻസർ ബോർഡ് ഞാൻ ടെസ്റ്റർ. ഞങ്ങൾ 2020 പൊടിദോശ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അതിനെ പൊട്ടിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നാളെ റിലീസാ. മസാലയൊക്കെ പുരട്ടി 4K ക്വാളിറ്റിയിൽ ഭരണം കഴിക്കാൻ മറക്കരുത്. അപ്പൊ അത് പഴയതല്ലയോ? നോ, റീമാസ്റ്റേർഡ്. നിനക്കെന്താണോ ഒരു പേടിയും ബഹുമാനം ഇല്ലാത്തത്? ഞാൻ ഫുഡിനോട് ബഹുമാനിച്ചാ പോരെ, ഞാൻ എന്തിനാ നിങ്ങളെ ബഹുമാനിക്കുന്നത്? ഏത്തക്കപ്പം വേണോടാ? വേണ്ട. വേണ്ടാന്നോ? എടുക്കടാ പറഞ്ഞോ, എടുക്കടാ. ഇവനൊരു പെറ്റി കൊടുക്ക, ഒരു പഴംപൊരി പെറ്റി. അടുക്കള പോകാ, പെറ്റി വേണോ? ആ പുകയൊന്ന് കുറച്ചേ. സാറേ ഞാനേ 3 പൊറോട്ട ഒരു ബീഫ് കറി മേടിച്ചോളൂ, 150 രൂപ. ഇതെന്താ 500 രൂപയുടെ ബില്ല്? 500 രൂപ എന്തുവാന്നാ? നീ എവിടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത്? അത് നോ പാർക്കിംഗ് ഏരിയ. നീ അവിടെ കൊണ്ടുവന്നാ വണ്ടി ഇട്ടത്. അതിന്റെയും കൂടെ പെറ്റി അടിച്ചെഴുതിയതാ. അടച്ചിട്ട് പോ, അടച്ചിട്ട് പോടാ. ഒരു ചാൻസ് ഇല്ല, അടച്ചിട്ട് പോയാൽ മതി. ക്യാമറ ബാക്ക് അടിച്ചേ, റിവേഴ്സ് അടിക്കണം അങ്ങോട്ട്. ഒന്ന് പോസ് ചെയ്തേ. സാർ എന്ത് സാറേ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ എന്തെങ്കിലും ക്രൈം വല്ലതും നടന്നോ? ക്രൈം ഒന്നും നടന്നില്ല, ഒരുത്തനെ പൊക്കാൻ വേണ്ടിയാ. ഒന്ന് പോസ് ചെയ്തേ, ഒന്ന് സൂം ചെയ്തേ. അത് ആരാ സാറേ? സൂം ചെയ്യടാ. അത് എന്തോ സാറേ? എടാ പഴംപൊരിക്ക് പോരെ വെയിറ്ററെ ഉണ്ടംപൊരി കൊണ്ട് കൊടുത്തേക്കുന്നത്. അവൻ ഏതാന്ന് അറിയാൻ വേണ്ടിയാ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവന്റെ നടുവ് ഞാൻ തല്ലി പിടിക്കും. നോക്ക്, പഴംപൊരി കൊണ്ടു കൊടുത്തില്ല, അതിന് വരെ ഉണ്ടംപൊരി കൊടുത്തോ. സൂമിയടാ അവൻ ആരാന്ന്. ലേഡീസ് വെയിറ്റർ ആരേലും ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കൊണ്ട് കൊടുക്ക. ജെന്റ്സ് വേണ്ട, ലേഡീസ് മതി. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്. സാറേ ഇരിക്കെ സാറേ, പഴംപൊരി കഴിക്കാം. പഴംപൊരി അല്ല സാർ ഫുള്ള് കഴിച്ചോ? ഫ്രീയാ മുഴുവനോ? അവിടെ പിള്ളേർ ഇപ്പൊ വെളിയില്, അമ്മമാർക്ക് കൊടുക്കാം. കുഴപ്പമില്ല സാർ. അല്ല അതിന്റെ ബില്ല് എത്രയായിരുന്നു? ബില്ലൊന്നും തരണ്ട സാറേ. വേണ്ട, അതിന്റെ ആവശ്യം കൊടുക്കാറില്ല, അത് വേറെ കാര്യം. സാറേ നമ്മുടെ ആലുവയിലുള്ള 2 കോൺസ്റ്റബിൾ ഉണ്ട്, അവരെ സ്ഥലം മാറ്റി ഇവിടോട്ടൊന്ന് എത്തിക്കണമായിരുന്നു. എന്ത് കാര്യത്തിന്? ഇവിടെ 2 വെയിറ്റർ കുറവുണ്ടായിരുന്നു. അപ്പൊ പണിക്കാരില്ല, അതുകൊണ്ടാ. നല്ല പഴംപൊരി. നല്ല പഴംപൊരി. 2 അല്ല 4 പേരെ ഇവിടെ ഇടും. 4 പേര്. അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ ജനക്കള്ളൻ ഭായിമാരുടെ തൊപ്പിക്കള്ളൻ. അടിച്ചു മാറ്റോ മിണ്ടല്ലേ, ഒരു സിപ്പ് തരാം. എടാ ഇത് നിന്റെ കടയാടാ. ആണല്ലോ, ശരിയാണല്ലോ. കോപ്പ് ആനക്കള്ളൻ
എടാ ഞാൻ 3 പൊറോട്ട ഒരു ബീഫ് കഴിച്ചേ. ഈ ബില്ലിനകത്ത് 6 പൊറോട്ടയും 3 ബീഫ് അടിച്ചേക്കുന്നത്. അയ്യോ അതെ ഇവിടത്തെ മണ്ടന്മാർക്ക് തെറ്റിപ്പോയായിരിക്കും കേട്ടോ. അതാ പറഞ്ഞേ. ആനക്കള്ളൻ ഓക്കെ എടാ 4 പൊറോട്ട ഇല്ല, 3 പൊറോട്ട, 3 പൊറോട്ട ഒരു ബീഫും. അത് തിരിച്ചു ഇനിയും തിരുത്തണം. ടോട്ടല് മാത്രം എഴുതി കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആനക്കള്ളൻ കഴിക്കേ, എന്തെങ്കിലും പോരാൻ വേണ്ടി പറയണം, നമ്മള് പരിഹരിക്കാ. കഴിക്ക്. അയ്യോ ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 50,000 രൂപ. അല്ലേലും ഉള്ള ഇവിടെ വെച്ചാ ഓരോരുത്തന്മാര് വന്ന് എടുത്തോണ്ട് പോകും. എന്തെങ്കിലും വിവരം കിട്ടുമെങ്കിലേ പറയാ നമ്പര്. ഇല്ല നമ്മള് രാത്രിയുള്ള കച്ചവടമേ ഉള്ളേ. 10 മണിയൊക്കെ ആവുമ്പോ എന്തോ കച്ചവടാന്നറിയോടെ നമ്മള് പകല് കിടന്ന് ഉറങ്ങും. ആനക്കള്ളൻ അല്ലല്ല ബാഗ് കൂടാ. നമുക്ക് ശീലം അങ്ങനെ എല്ലാം ബാഗ് കൂടാണ്. ചേട്ടാ ഈ സാധനങ്ങളൊക്കെ പുതിയതല്ലയോ? അല്ല സെക്കൻഡാണ്. എവിടുന്ന് കട രാത്രി ആവുമ്പോ എവിടെയെങ്കിലും പോയി അടിച്ചോണ്ട് വരും. അത്രേ ഉള്ളു. എന്തിനു പറയുന്നത്, ഗ്യാസ് കുറ്റി വരെ അടിച്ചോണ്ട് വന്നാ. പോലീസോ ഭഗവാനെ, കട 2 ദിവസത്തേക്ക് നോക്കാം. ഒന്നും അടിച്ചു മാറ്റല്ലേ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിടിച്ചില്ലേ വരാം.